ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സിൽനാസ് കഫേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ സ്റ്റൈലുള്ള ചെമ്മീൻ റോസ്റ്റുമായിട്ടാണ്. അതിനു വേണ്ടി ഞാൻ 1/2 കിലോ ചെമ്മീൻ ഇവിടെ എടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കൂടി ചേർത്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചെമ്മീൻ ഇപ്പോൾ നമ്മൾ മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാൻ പാടില്ല. നമ്മൾ നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കോക്കനട്ട് ഓയിലാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് മൊരിഞ്ഞു പോകരുത്. ഇത് നമുക്ക് കോരി മാറ്റാം. ചട്ടിയിലേക്ക് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 12 ചെറിയുള്ളി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ചെമ്മീനിൽ നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മതിയാവും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് 1 സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയ ശേഷം 1 തക്കാളി ചേർത്ത് കൊടുക്കും. തക്കാളി നന്നായി ഉടഞ്ഞു വരണം. ചെമ്മീൻ ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം പാത്രം മൂടി വെച്ച് നമ്മളൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കണം. അപ്പം എണ്ണ ഇപ്പം നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കി ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/4 കപ്പ് തേങ്ങാപ്പാലാണ്. തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണിത്. ഇത് ചേർത്ത് കൊടുക്കാം.
നന്നായി മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ നമുക്ക് 5 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് ചെമ്മീൻ റോസ്റ്റ് അടിപൊളിയായി വന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ള് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.